വയനാട് അമ്പലവയലിൽ 68കാരനെ കൊലപ്പെടുത്തിയ കേസിൽ കീഴടങ്ങിയ പെൺകുട്ടികളെ ജുവനൈൽ ഹോമിലും അമ്മയെ കോടതിയിലും ഹാജരാക്കും. സംഭവത്തിൽ പെൺകുട്ടികളുടെ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അമ്മയെ ശല്യം ചെയ്ത മുഹമ്മദിനെ കോടാലി കൊണ്ട് തലക്കടിച്ച് കൊല്ലുകയായിരുന്നുവെന്ന് പെൺകുട്ടികൾ പോലീസിൽ മൊഴി നൽകി. അതേസമയം തന്നെ ഭർത്താവിനെ വിളിച്ചു വരുത്തി കൊന്നതാണെന്ന് മുഹമ്മദിന്റെ ഭാര്യ ആരോപിക്കുന്നു. പെൺകുട്ടികൾക്ക് മാത്രം ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനാവില്ലെന്നും അവർ പറഞ്ഞു. 11:15 വിളിച്ചതാണ്. പിന്നെയാണ് എൻ്റെ കാക്ക വിളിക്കാണ്ടായിട്ട് ഈ സ്റ്റേഷനിലുള്ള ഫാത്തിമ എന്ന് പറഞ്ഞ മോൾ എന്നെ 12:45 വിളിച്ചു. അപ്പം ഞാൻ ചോദിച്ചു കാക്ക എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അമ്പലയിൽ പോയി. എന്തിനു പോയി എൻ്റെ കാക്ക ഒറ്റയ്ക്ക് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു കണ്ണെന്ന് പറഞ്ഞ ആൾ വിളിച്ചിട്ട് പോയതാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു റോട്ടുമ്മൽ എവിടെയും വണ്ടീൻ്റെ ഉള്ളിൽ കൊടുങ്ങൂലേ ചോദിച്ചു. അപ്പം പറഞ്ഞു ഇല്ല, ഫോൺ ഇവിടെ മറന്നു വെച്ചിട്ട് ഞാൻ ഇത് കൊണ്ടു കൊടുക്കാൻ പോകുക എന്ന് പറഞ്ഞു. പിന്നെ എടുത്ത് നോക്കുമ്പോൾ അമ്പലയിൽ വന്ന് ഞാൻ ഫോൺ ഓണാക്കി നോക്കുമ്പോൾ പിന്നെ ഒരു ചേച്ചിനോട് പറഞ്ഞു ഇതൊന്ന് വിളിച്ചു തരി, എന്നോട് സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞതിന് വയറൊക്കെ ഇത് അങ്ങോട്ട് കറണ്ട് വലിക്കാൻ. അപ്പം ഞാൻ വയറിൻ്റെ ഒക്കെ വില വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഈ ഷോപ്പിലെത്തിയിട്ട് എനിക്ക് വിളിക്കണം, ഞാനൊക്കെ പറഞ്ഞു കൊടുക്കാം അവർക്ക് എന്ന് പറഞ്ഞു. അവിടെ എത്തി എവിടെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പം എനിക്കൊരു സംശയം തോന്നി, സുഖമില്ലാത്ത ആളല്ലേ. അപ്പം എൻ്റെ കാക്ക എന്ത് ഈ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് ഞാൻ വേഗം അവിടെ തിരിച്ചു വന്നു. 2 മണി ആയിക്കണം ഞാൻ ഇവിടെ വരുമ്പോൾ. അപ്പം ഇവിടെ വന്നപ്പോൾ കാക്കാനെ കാണില്ല. അപ്പം ഇവിടെ ഒരു നനവ് തോന്നി. അപ്പം ഞാൻ ചോദിച്ചു പൈപ്പ് പൊട്ടിയോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു പൈപ്പ് പൊട്ടിയിട്ടില്ല, വെള്ളം മറിഞ്ഞു പോയതാ കുഞ്ഞോളെത്തുന്നു. അല്ല കാക്ക എവിടെ വെച്ചപ്പോൾ കാക്ക അമ്പലയിൽ പോയി വന്നിട്ടില്ല പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഫോണ് കൊണ്ട്. അപ്പം ഈ ചെറിയ കുട്ടി ഇന്നെ കണ്ട പാടനെ ഇറങ്ങി ഓടി പ്ലാസ്റ്റർ വാങ്ങി ഒട്ടിക്കാൻ ആ കയ്യിന് മുറിവുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി. ഓരോ ഭാര്യ എൻ്റെ നാത്തൂന് ഇവിടെ ഇരുന്ന് ചോറും തിന്നണ്. ഞാൻ വരുമ്പോൾ ഞാൻ വന്നേരെ ചോറ് വേണ്ടി തിന്ന്. അപ്പം ഞാൻ ചോദിച്ചു ഇത്രയും പിന്നോട് ചോദിച്ചു ഈ ചോറൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ കാക്ക വന്നിട്ടാ ചോറ് തിന്നണത്, കാക്ക രാവിലെ ഒന്നും തിന്നിട്ടുണ്ടാവില്ലല്ലോ, എന്നോട് പിന്നെ ചായയൊക്കെ കുടിച്ചെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പണിയെടുക്കുമ്പോൾ ഇവര് ഞങ്ങളിവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കാക്ക ഒറ്റയ്ക്കല്ലേ ഇവിടെ ഉള്ളത്. അപ്പം ആങ്ങളെന്നെ വിളിച്ചു വരുത്തി ആങ്ങളെന്റെ ഭാര്യയും മക്കളും കൂടെ കൊല്ലിച്ചതാണ്. അല്ലാണ്ട് ഇത് പെൺകുട്ടികൾ ചെയ്തു. പിന്നെ ഭാര്യക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് എനിക്കറിയാം. ബക്കറ്റിൽ വെള്ളം തൂക്കാൻ പറ്റൂല. രതീഷാണ് ഇവരുമായി ചേരുന്നത്. രതീഷ്, ഇവർ ഇങ്ങനെ പറയുന്നതോടുകൂടി ഒരു പുതിയ വഴിത്തിരിവാണ് ഇതുവരെ നമ്മൾ കേട്ടതിൽ നിന്നും വ്യത്യസ്തമായി. എന്തൊക്കെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്? ഗോപി, ഈ സംഭവത്തിൽ ഇവരുടെ പ്രതികരണം വലിയ തരത്തിൽ ഈ സംഭവത്തിൽ വഴിത്തിരിവാണ്. കാരണം ഇത്തരമൊരു ആക്ഷേപം, അത് ഈ പെൺകുട്ടികളല്ലാതെ മറ്റാരുടെ സഹായം, പെൺകുട്ടികളും അമ്മയുമല്ലാതെ മറ്റാരുടെ സഹായം ഈ കൊലപാതകത്തിനുണ്ടായി എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. അത്തരം ചില സംശയങ്ങൾ പൊതുവെ ഉയർന്നിട്ടുമുണ്ട്. കാരണം ഇവർക്ക് മറ്റ് ചിലരുടെ സഹായം ലഭിക്കാതെ എങ്ങനെ ഈ കൊലപാതകം നടത്താൻ സാധിച്ചു ഈ പട്ടാപ്പകൽ എന്നുള്ളത് എല്ലാവർക്കും അത്ഭുതമാണ്. എന്നാൽ പോലീസ് പറയുന്നത് അത്തരത്തിലുള്ളൊരു സാഹചര്യം നിലവിൽ പ്രാഥമിക പരിശോധനയിൽ തെളിഞ്ഞിട്ടില്ല. എന്നാൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇവരെ നേരിട്ട് കൊണ്ടുവന്ന് തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. പ്രായപൂർത്തിയാക്കാത്ത കുട്ടികളായതുകൊണ്ട് തന്നെ ഈ തെളിവെടുപ്പും മറ്റും അത്തരത്തിൽ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. എന്നാൽ കോടതിയിൽ ഹാജരാക്കിയ മാതാവിനെ ഉൾപ്പെടെ തെളിവെടുപ്പിന് കൊണ്ടുവരാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. എന്തായാലും ഇന്നലെ 11 മണിക്ക് നടന്ന ഈ കൊലപാതകം പ്രദേശത്തെ വലിയ രീതിയിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. പുറമേ നിന്നുള്ള ആളുകളുടെ സഹായമുണ്ട് എന്ന ആശങ്ക പൊതുവെ നാട്ടുകാരും സംസാരിച്ച സ്ത്രീയും ഏതൊരാളുടെ വിളിച്ചു വരുത്തി എന്നൊക്കെ പറയണ്ടല്ലോ, അയാളെ പോലീസ് നോക്കി ചോദ്യം ചെയ്തിട്ടുണ്ടോ? അത് സംബന്ധിച്ച് എന്താണ് വിവരങ്ങൾ? പ്രാഥമികമായിട്ട് അത്തരം സംശയമുള്ള ആളുകളൊക്കെ തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. പ്രാഥമികമായി ഇവരോടൊക്കെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അത്ര ഒരു നിരീക്ഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഇത്തരത്തിലുള്ള സംശയം പൊതുവെ ഉയർന്നിട്ടുണ്ട്. ഈ പെൺകുട്ടികൾക്ക് മാത്രം ഇത്തരത്തിൽ പട്ടാപ്പകൽ ഒരാളുടെ കൊലപാതകം നടത്തി ഇതേപോലെ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം നടത്താൻ സാധിക്കുമോ എന്നുള്ളത് പറയുന്നുണ്ട്. മാത്രവുമല്ല ഇവരുടെ മാതാവിന് അസുഖമാണെന്ന കാര്യവും നാട്ടുകാർക്കെല്ലാം അറിയാം, പ്രദേശവാസികൾക്കറിയാം. അത്തരത്തിൽ അവരുടെ സഹായം എത്രത്തോളം ലഭിച്ചു, അവരുടെ സഹായത്താലാണ് ഇത് ചെയ്തതെന്ന് കുട്ടികൾ പറയുമ്പോൾ ഈ വഴിത്തിരിവായത് പ്രധാനമായിട്ട് ഇവരുടെ ഭാര്യ പറഞ്ഞതാണ്. അപ്പോ ഈ കൊലയുടെ മോട്ടീവ് എന്താണെന്നാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടി കൊന്നു എന്നാണ് ആ സ്ത്രീ അവർ പറയുന്നത്? അങ്ങനെ വല്ല അവർ പറയുന്നുണ്ടോ? ഇവർ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ ഉൾപ്പെടെ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഇത് കുട്ടികൾ പറയുന്നത് ആണ് ഇപ്പോൾ മുഖവിലേക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അവരുടെ മൊഴി എന്ന നിലയിലാണ് പോലീസ് ഇതിനെ ബോധ്യപ്പെട്ടിട്ടുള്ളത്. മറ്റ് കാര്യങ്ങൾ വിശദമായ അന്വേഷണത്തിൽ ഉയർന്നു വരേണ്ടതാണ്. അമ്മയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ചെറുക്കുന്നതിനിടയിൽ കോടാലി കൊണ്ട് തലക്കടിക്കുകയായിരുന്നു. അങ്ങനെ മരണപ്പെട്ട ആളുടെ ബോഡി തങ്ങൾ ഇങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ട് എന്ന് പോലീസിൽ നേരിട്ടെത്തി കുട്ടികൾ പറയുകയായിരുന്നു. അങ്ങനെയാണ് പോലീസ് ഈ സംഭവം അറിയുന്നത്. തുടർന്നാണ് കേസെടുത്ത് ഇവരെ ഇരുവരെയും മൂന്നാളുകളെയും കസ്റ്റഡിയിലെടുക്കുകയും
മറ്റ് നടപടിക്രമങ്ങളുമായി പോലീസ് മുന്നോട്ട് പോയത്. പ്രാഥമികമായി പോലീസ് പറയുന്നത് പ്രകോപനത്തെ തുടർന്നുണ്ടായ ഒരു കൊലപാതകം എന്ന് തന്നെയാണ്. എന്നാൽ കൂടുതൽ അന്വേഷണങ്ങൾ ഈ ഘട്ടത്തിൽ നടക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിൽ ചില സംശയങ്ങൾ ഉയർന്ന സ്ഥിതിക്ക് അത്തരത്തിലുള്ള അന്വേഷണങ്ങളും പോലീസ് നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. തുടരുക ഒരു നിമിഷം, നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക്. കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ബഹളം കേൾക്കാറുണ്ട്. അത്രയ്ക്ക് തന്നെ എനിക്കിപ്പോൾ ഇവരെ പറ്റിയിട്ട് അങ്ങനെ അറിയത്തുള്ളൂ. മുഹമ്മദിന്റെ ഒരു അയാള് ഒരു സൈലന്റ് മാനാണ്, പൊതുജനങ്ങൾക്ക് ഇടയിലൊക്കെ നല്ല മനുഷ്യനാണ്. ഇനിയിപ്പം കുടുംബത്തിലെ പ്രശ്നങ്ങളുള്ള ഒന്നും കാര്യങ്ങൾ അറിയില്ല. അതാണ് നാട്ടുകാരും പ്രതികരിക്കുന്നത്. ഏതായാലും രതീഷ്, നിലവിൽ ഇവരുടെ മൊഴിയുടെ അനുസരിച്ച് പുറത്ത് വിശ്വസിക്കാനേ നമുക്ക് കഴിയുള്ളൂ. വല്ലതും കൂടുതലുണ്ടെങ്കിൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ, അല്ലേ ഗോപി? അത്തരത്തിൽ തന്നെയാണ് പറയാൻ കഴിയുള്ളൂ. കാരണം ഈ വാരിയുടെ ഈ ആരോപണം പോലീസ് മുഖവിലക്കെടുക്കുകയും അത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് പോവുകയും ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറയാൻ കഴിയുള്ളൂ. നിലവിൽ ഈ കുട്ടികളുടെ മൊഴി അനുസരിച്ചുള്ള വിവരങ്ങളാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. എന്നാൽ കൂടുതൽ അന്വേഷണങ്ങൾ ഇക്കാര്യത്തിൽ നടക്കേണ്ടതുണ്ട്. പോലീസും അത് തന്നെയാണ് പറയുന്നത്, വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രദേശത്ത് വീണ്ടും പരിശോധനയ്ക്ക് എത്തും. പ്രത്യേക അന്വേഷണ സംഘം എത്തും. കൽപ്പറ്റ ഡിവൈഎസ്പി MD സുനിലാണ് ഈ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്നത്. കുട്ടികളെ ജുവനൈൽ ഹോമിൽ ഇന്നാക്കും. അതുപോലെ തന്നെ അമ്മയെ ബത്തേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി നടപടികൾ ഒരുപക്ഷെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കാം. തെളിവെടുപ്പിനും ഈ അമ്മയെ ഈ പ്രദേശത്ത് എത്തിക്കാനും സാധ്യതയുണ്ട്. ഗോപി, രതീഷാണ് വിവരങ്ങൾ നൽകിയത്.